Hello guys, എൻ്റെ പേര് സുമിത്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ സൈൻ ഓഫ് വ്ളോഗ്സ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറെക്കുറെ ആളുകളൊക്കെ ഇപ്പം മൊബൈൽ ഫോട്ടോഗ്രാഫിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പണ്ടത്തെ പോലെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിൽ നമ്മൾ എഡിറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും നമ്മൾ സമയം ചിലവഴിക്കാറില്ല. നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നു, ആ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലോ അതല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നു, ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാൻ നമ്മൾ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മൊബൈലിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡോബിൻ്റെ ലൈറ്റ് റൂം എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ഡൗൺലോഡേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് അഡോബിൻ്റെ ലൈറ്റ് റൂം. ഏറെക്കുറെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് വരെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് അഡോബിൻ്റെ ലൈറ്റ് റൂം എന്നുള്ളൊരു ആപ്ലിക്കേഷൻ. അഡോബിൻ്റെ ലൈറ്റ് റൂം എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് താഴെ ലൈബ്രറി, ഷെയർ, അതിൽ നമുക്ക് താഴെയുള്ളൊരു ഇമേജിലൊരു പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഏതായി ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഫോട്ടോസ് ഒന്ന് പ്രസ് ചെയ്യുക. ആ ഒരു ഫോട്ടോ അതിൻ്റെ അവിടെ ഒന്ന് പ്രസ് ചെയ്യുക, ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തതിന് ശേഷം അത് നമുക്ക് പോയി ഓൾറെഡി വരുന്നതാണ്. 1 ഫോട്ടോ സക്സസ്ഫുള്ളി ഇമ്പോർട്ടഡ്. അത് നമുക്ക് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അത് നമുക്ക് അതിനകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി എടുത്തു വെച്ചൊരു ഫോട്ടോയാണിത്. ഞാൻ ക്ലിക്ക് ചെയ്ത ഫോട്ടോ മൊബൈലിൽ തന്നെ എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. റൈറ്റ് സൈഡിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഇമേജ് എഡിറ്റിംഗ്, ഓട്ടോ എഡിറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എഡിറ്റിംഗ് എങ്ങനെയാണെന്നുള്ളതല്ല, എഡിറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല. അതിനകത്ത് ഒരുപാട് ടൂൾസ് ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങളെ പ്രാക്ടീസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഓരോ പ്രീസെറ്റുകളാണ്. ഇപ്പോൾ അതിനകത്ത് തന്നെയുള്ള ഫിൽറ്റേഴ്സ് അതുപോലെ പ്രീസെറ്റുകളാണ്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ചെയ്ത് വെച്ച് തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ ഓൾറെഡി അതിനകത്ത് തന്നെ ഉണ്ടാവും കുറേയൊക്കെ. ഇനി നിങ്ങൾക്ക് ഓണായിട്ട് നിങ്ങളത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കത് എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നുള്ള ടൂൾസൊക്കെ നിങ്ങൾക്ക് അത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിനെ ചെയ്തു നോക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് ഇതിന് നമുക്ക് പ്രീസെറ്റുകൾ, അതായത് ആരെങ്കിലും ചെയ്തു വെച്ച ഫോട്ടോസിൻ്റെ അതേപോലെ നമുക്ക് ആ ഫോട്ടോ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇതിനകത്തേക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഈ ടൂളൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഉള്ള ടൂൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ ആ ഇമേജിനെ നല്ല രീതിയിലേക്ക് മാറ്റാമെന്നുള്ള ടൂളുകളൊക്കെ തന്നെയാണ്. അത് നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരിട്ടിട്ട് നമ്മളെ പ്രീസെറ്റിലേക്കും അതിൻ്റെ ട്യൂട്ടോറിയൽ എങ്ങനെ എടുക്കേണ്ടത് ആ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇനി പ്രീസെറ്റ് എങ്ങനെ എടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കാണുന്ന ഓപ്ഷനിൽ ഡിസ്കവർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അവരുടെ പ്രീസെറ്റുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാത്ത പ്രീസെറ്റ് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള 2 ആളുകൾ ഇരുന്നിട്ടുള്ള ഫോട്ടോയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഓരോ ഫോട്ടോ ഒറിജിനൽ ഫോട്ടോയാണ് ഈ കാണുന്നത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വരുന്ന മാറ്റങ്ങളാണ് ഈ കാണിക്കുന്നത്. ഈ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ബ്രഷ് ടൂളുകൾ ഏതൊക്കെയാണ് ഫിൽട്ടർ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെയാണ് മാറ്റി കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അതിൽ ഒറിജിനൽ ഫോട്ടോയിൽ നിന്നും അത് എഡിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഔട്ട്പുട്ട് വരെയുള്ള ടൂൾസുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൗണ്ടുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാം. ഞാൻ ജസ്റ്റ് അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മെയിലിൽ നിന്ന് സ്ക്രോൾ ചെയ്തിട്ട് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം വരുമ്പോഴത്തേക്കും അത് നമുക്ക് സേവ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. പ്രീസെറ്റ് സേവ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ സേവ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ ലൈറ്റ് റൂമിൽ തന്നെയുള്ള പ്രീസെറ്റിൻ്റെ ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സേവ് ചെയ്തിട്ടുള്ള പ്രീസെറ്റ് നമുക്ക് നമ്മുടെ ഫോട്ടോയിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. താഴെ കണ്ടില്ലേ, സേവ് ആസ് പ്രീസെറ്റ് എന്നുള്ളത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണ് ലൊക്കേഷനിൽ നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നമുക്കത് ഡയറക്റ്റ്ലി സേവ് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അത് സേവ് ആവുന്നതാണ്. സേവ് ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ കാണിക്കാം. അതിന് നേരെ നമുക്ക് നമ്മുടെ ഫോട്ടോയിലേക്ക് പോകാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫോട്ടോയിലേക്ക് പോകാം. ഞാനത് തുറക്കുകയാണ്. ഗാലറി തുറന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഞാനെടുത്തൊരു ഫോട്ടോയാണിത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ട് അതിന് ഞാനൊരു 2-3 പ്രീസെറ്റ് ഞാൻ ഓൾറെഡി ഇപ്പോൾ സേവ് ചെയ്തു. അപ്പോൾ ആ ഒരു പ്രീസെറ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതെടുക്കുന്നത്. ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു 5-6 എണ്ണം ഉണ്ട്.
ഇതിലിപ്പോൾ നമ്മൾ നേരത്തെ സേവ് ചെയ്തതും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോ പ്രീസെറ്റുകൾ സേവ് ചെയ്തത് ഞാൻ അതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് തന്നെ എഡിറ്റ് ചെയ്തിട്ട് നേരത്തെ വന്ന ഫിൽറ്റർ ഇതിനകത്തേക്ക് ആഡ് ആവുന്നതാണ്. ഇതാണ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പ്രീസെറ്റുകൾ. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത പോലെ തന്നെ പ്രീസെറ്റുകൾ സേവ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനൊരു പ്രീസെറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ട്യൂട്ടോറിയലായിട്ട് കാണിക്കുന്നത്. ഞാനൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്തിട്ട് ഗാലറിയിൽ നമ്മുടെ ആ സേവ് ചെയ്ത ആ ഫോട്ടോ അതിനകത്ത് തന്നെ കാണുന്നതാണ്. അത് കൂടാണ്ട് തന്നെ പ്രീസെറ്റ് നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോട്ടോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് അതിനകത്ത് തന്നെ റെക്കമെൻഡഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പ്രീസെറ്റ് അത് ഓട്ടോമാറ്റിക്കലി ലൈറ്റ് റൂം തന്നെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അതൊന്നും കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഫോട്ടോയ്ക്ക് കാണിച്ചു തരാം. ഞാൻ നമ്മളെടുത്തു അതിന് ഡബിൾ സർക്കിൾ അതായത് പ്രീസെറ്റിൻ്റെ ഓപ്ഷൻ എടുത്തു. അതിൽ നമുക്കിപ്പം ഓൾറെഡി ഉള്ള അതുണ്ടോ റെക്കമെൻഡഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അനലൈസിങ് അവർ ഫോട്ടോ നമ്മുടെ ഫോട്ടോയ്ക്ക് യോജിച്ച പ്രീസെറ്റുകൾ അത് തന്നെ ഓട്ടോമാറ്റിക്കലി റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഏതൊക്കെ ഫിൽറ്ററുകളാണ് വരുന്നത് നോക്കാം. നോക്കുക, ഇതൊക്കെ അതിനകത്ത് ഓൾറെഡി നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഫിൽറ്ററുകളാണ്. ഈ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് നമുക്കത് സേവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള പ്രീസെറ്റ് നിങ്ങളുടെ ഫോട്ടോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് യോജിച്ച പ്രീസെറ്റുകൾ അതിനകത്ത് ലഭിക്കുന്നതാണ്. അതിന് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, അല്ലാതെ നമുക്കതിനകത്ത് ഓൾറെഡി റെക്കഗ്നൈസ് ആവത്തില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്രീസെറ്റുകൾ എടുക്കുന്നു, സേവ് ചെയ്യാം. നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് ഗാലറിയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ താഴെ ലേണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ലേണിൽ ഒറിജിനൽ ഫോട്ടോ വിത്ത് അതിൻ്റെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ട്യൂട്ടോറിയൽ എന്നുള്ളത് കൊടുത്താൽ മതി. അത് കൊടുത്തതിന് ശേഷം അതിനകത്ത് അത് അവർ തന്നെ ഒരു 15 സ്റ്റെപ്പുകളോട് കൂടി തന്നെ അത് ഫോട്ടോ എഡിറ്റ് ആവുന്നതാണ്. അതിന് ക്രോപ്പ് ഓപ്ഷൻ അവർ റബിൾ സർക്കിൾ വരുന്നത് നമ്മൾ അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അത് തന്നെ ഗൈഡൻസ് തരുന്നതാണ്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അവിടെ ജസ്റ്റ് ഒന്ന് അവർ പറയുന്നത് പോലെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വേണ്ട ക്രോപ്പ് ചെയ്യാനായിട്ടുള്ളത് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാം അവർ തന്നെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും അതിനെ താഴെ കാണിക്കുന്നതാണ്. കണ്ടിന്യൂ 3 to 15 സ്റ്റെപ്സ് ആണ്. ഇപ്പോൾ കണ്ടോ ബ്രൈറ്റ്നസിൻ്റെ സ്റ്റെപ്പുകൾ ഓരോന്നാണ് കാണിച്ചത്. ഞാൻ കണ്ടിട്ടുള്ള മറ്റ് ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെക്കാട്ടും മെച്ചപ്പെട്ടിട്ടുള്ള ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ തന്നെയാണ് ലൈറ്റ് റൂം എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പിന് അത് ബാധകമാണ്. അപ്പോൾ ഇനി ഇതിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നതോടും വരെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ സുമിത് സൈൻ ഓഫ്.